ആദ്യം തന്നെ നമുക്ക് ജന്മഭൂമിയിൽ നിന്നും തുടങ്ങാം അല്ലേ. ജന്മഭൂമി ഫസ്റ്റ് പേജിൽ തന്നെ മോദിയുടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുന്നു. PM കിസാൻ പദ്ധതി പ്രകാരം 13,000 കോടിയുടെ വരുമാന പിന്തുണ നൽകി 39 ലക്ഷം കർഷകരെ ശാക്തീകരിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു ഫ്രണ്ട് പേജിലെ ഫുൾ സ്ക്രീൻ അതാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു യെസ്. നമുക്ക് ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ആദ്യത്തെ പേജിൽ ഇവരുടെ പ്രധാനപ്പെട്ട വാർത്തയുടെ സഞ്ജുവിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മറ്റൊരു നമുക്കിതിൽ ചർച്ച ചെയ്യേണ്ട ഒരു വാർത്ത, വിനോദിനിക്ക് സൗജന്യ വൈദ്യസഹായവും വിദ്യാഭ്യാസവും നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരുള്ള ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിന് മേൽ വടിയെടുത്തു എന്ന് പറയാം. ആ പെൺകുട്ടി ഇന്നലെ എത്ര സ്മാർട്ടായിട്ടാണ് ഓടിക്കയറിയത്. കൃത്രിമ കൈയാണെങ്കിലും അവൾക്ക് അതിൻ്റെ ഒരു തളർച്ചയും ഉണ്ടായിരുന്നില്ല. അവൾ ഇന്നലെ പറഞ്ഞ മറുപടിയാണ് നമ്മൾ എല്ലാവരും കേൾക്കേണ്ടത്. തനിക്ക് ആരാകണമെന്ന ആഗ്രഹം ചോദിച്ചപ്പോൾ വിനോദിനി എന്ന ആ കൊച്ചുമിടിക്ക് പറഞ്ഞത് ഒരു ഡോക്ടർ ആകണമെന്നാണ്. ഒരുപാട് പേരുടെ ആരോഗ്യ വകുപ്പിൻ്റെ, ആരോഗ്യമന്ത്രിയുടെ, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഡോക്ടറിൻ്റെ അനാസ്ഥ മൂലമാണ് ആ പെൺകുഞ്ഞിന് ആ കൈ നഷ്ടമായത്. പക്ഷേ അവൾക്ക് ആകേണ്ടത് ഒരു ഡോക്ടർ ആകണം എന്നതാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ വലിയ രീതിയിലാണ് ആ കുട്ടിയെ അവഗണിച്ചത്. എന്തായാലും ഹൈക്കോടതി അതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കുഞ്ഞിൻ്റെ സമയബന്ധിതമായ ചികിത്സ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണല്ലോ കുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കുട്ടിക്ക് 21 വയസ്സ് വരെ സൗജന്യ വിദ്യാഭ്യാസവും വൈദ്യസഹായവും സൗജന്യമായി നൽകണമെന്നുള്ള ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. എന്തായാലും വളരെ അഭിനന്ദനാർഹമാണ്. കാരണം സംസ്ഥാന സർക്കാർ അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ണു തുറക്കില്ല. ആരെങ്കിലും വന്നൊന്ന് കണ്ണു തുറപ്പിക്കണം. ഹൈക്കോടതിയുടെ വലിയ താക്കീതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ജന്മഭൂമിയുടെ 5-ാമത്തെ പേജിലേക്കൊന്ന് പോകാം. ഇന്നലെ ജനം TV മാത്രമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതായത് ദേശീയതയുടെ ഭാഗമാകുന്ന മുസ്ലിം യുവാക്കൾക്കെതിരെ സംഘടിത ജിഹാദി സൈബർ ആക്രമണം. കേരളത്തിൽ ഒരുപാട് പാർട്ടികളുണ്ട്. ആ പാർട്ടികളിൽ പലരും അങ്ങോട്ടും ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല, ഒരുപാട് പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേക്കേറുന്നുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഈ പറയുന്ന സൈബർ അറ്റാക്കോ സൈബർ ബുള്ളിയിങ്ങോ അത്തരത്തിലുള്ള ഒരു കൂട്ടം ചേർന്നുള്ള സംഘടിത ആക്രമണമൊന്നും ഞാൻ കാണാറില്ല. പക്ഷേ ഈ BJP എന്ന ഒരു പാർട്ടിയിലേക്ക് ആരെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ പിന്നെ അവർക്കെതിരെ വല്ലാത്ത രീതിയിലുള്ളൊരു സൈബർ ആക്രമണം നടത്തുന്ന ഒരു സമീപനം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്, ആർക്കാണ് ഇത്ര അസഹിഷ്ണുത? അതൊക്കെ ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ്. എന്തായാലും 5-ാമത്തെ പേജിൽ ജന്മഭൂമി ആ വാർത്ത ക്യാരി ചെയ്തിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് BJPയിലേക്ക് മുസ്ലിം യുവാക്കളുടെ ഒരു ഒഴുക്ക്. അതായത് പലരും പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരെയാണ് ഈ BJP പ്രവർത്തിക്കുന്നത് എന്ന്. പക്ഷേ അതിനൊക്കെ കടിഞ്ഞാണിടുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ചേക്കേറുന്നത് BJP പാർട്ടിയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ചേക്കേറുന്ന ഈ മുസ്ലിം യുവാക്കൾക്കെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് SDP പോലുള്ള ഈ ജിഹാദി ശക്തികൾ നടത്തുന്നത്. നമുക്കറിയാം SDP-യുടെ തീവ്രവാദ ബന്ധമൊക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ BJPയിൽ ചേരുന്ന മുസ്ലിം യുവാക്കളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് SDP-യുടെ നേതൃത്വത്തിൽ സംഘടിത ശ്രമം നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിരവധി മുസ്ലിം യുവാക്കളാണ് അടുത്തിടെ ദേശീയതയുടെ ഭാഗമായത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് SDP പ്രവർത്തകൻ യാസിർ അറാഫത്തിനെതിരെയാണ് മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി റിയാസ് കുറ്റിക്കാട്ടിൽ പോലീസിൽ പരാതി നൽകിയത്. അപ്പോൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം വളരെയധികം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിൽ ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം, എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? BJP എന്ന പാർട്ടിയെ എന്തിനാണ് ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? ഒരുപക്ഷെ ഈ ദേശീയതയുടെ ഭാഗമായതുകൊണ്ടാണോ എന്നൊക്കെ, തീവ്രവാദ സ്വഭാവമൊന്നും നടപ്പിലാക്കാൻ സഹായിക്കാത്തത് കൊണ്ടാണോ ഇത്രമേൽ സൈബർ ആക്രമണം നടത്തുന്നത്? ഒപ്പം മുസ്ലിം യുവാക്കൾ ഇതിൽ ചേരുന്നതിന് ആർക്കൊക്കെയോ അസഹിഷ്ണുതയുണ്ട്. അത് ഈ SDP മാത്രമല്ല, പല മുന്നണികൾക്കും ഉണ്ടെന്ന് വേണം കണക്കാക്കാൻ. ഉൾപേജിലൊക്കെ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വാർത്താ സമ്പന്നമാണ് ജന്മഭൂമി എന്ന് തന്നെ പറയേണ്ടി വരും. സ്പോർട്സ് പേജ് വളരെ അട്രാക്റ്റീവായി തന്നെയാണ് കൃഷ്ണരാജ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി അടുത്ത പദത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. യെസ്, മലയാള മനോരമയിലേക്ക് വരാം എന്നതാണ്. മന്ത്രി ഗണേഷിനെ കാണരുതാത്ത സാഹചര്യത്തിൽ കണ്ടെന്ന് ഭാര്യ, എന്നെ തടഞ്ഞു വെച്ചു, പോലീസ് ഇടപെട്ടില്ല എന്ന വാർത്തയാണ് മുഖപേജിൽ നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകളെ വിവരമറിയിച്ചെന്ന് ബിന്ദു മേനോൻ പറയുന്നു. 1,50,000 പ്രണയമെന്ന് ഗണേഷ് പറയുന്നു. പ്രതിപക്ഷം രംഗത്ത്, രാജി LDFിന്റെ പരിഗണനയിൽ എന്ന വാർത്തയാണ് മുഖപേജിൽ നൽകിയിട്ടുള്ളത്. കൊട്ടാരക്കര വാളകത്തെ വീടിന്റെ കിടപ്പുമുറിയിൽ മന്ത്രി KB ഗണേഷ് കുമാറിനെ ഒരു സ്ത്രീക്കൊപ്പം കണ്ടെന്നും ചിത്രങ്ങൾ പകർത്തിയ തന്നെ മന്ത്രിയുടെ സഹായികൾ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചെന്നുമാണ് ഗുരുതര ആരോപണം ബിന്ദു മേനോൻ ഉന്നയിച്ചത്. ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകുന്നു. തെളിവുകൾ ഉണ്ടെങ്കിലും നിയമ നടപടി ഉദ്ദേശിക്കുന്നില്ല. പോലീസിനെ വിളിച്ചത് വട്ടായതുകൊണ്ടായിരിക്കുമെന്ന് ഗണേഷ് പരിഹസിച്ചതുകൊണ്ടാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. നല്ല കുടുംബ ബന്ധമല്ല എന്ന് ബിന്ദു മേനോൻ പറയുന്നത് ഒരു ക്വാട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഗണേഷ് കുമാറിന്റെ മറുപടിയുമുണ്ട്. മലയാളികൾക്ക് ഒളിഞ്ഞു നോട്ടത്തിന്റെ അസുഖമുണ്ട്, പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. നെഹ്റുവിനും വാജ്പേയിക്കും പുനത്തിലിനും പ്രണയമുണ്ടായിരുന്നുവെന്ന
ന്യായീകരണമാണ് നൽകുന്നത്. മറ്റൊരു വാർത്ത മുഖപേജിൽ നൽകിയിട്ടുള്ളത് $100 കടന്ന് എണ്ണ വില. എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ ഇന്നലെയും ആക്രമണം, യുദ്ധ പശ്ചാത്തലത്തിൽ ആക്രമണം ഇപ്പോഴും നടക്കുകയാണ്. 4 കൊല്ലത്തിനിടയിൽ ഏറ്റവും ഉയർന്ന വിലയാണ്. നമ്മൾ വലിയ ആശങ്കയിലാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നു എന്ന വാർത്ത നമ്മൾ അല്പം മുമ്പ് നൽകിയിരുന്നതാണ്. ഏതായാലും സൗദിയിലും ഇസ്രയേലിലും ഓരോ ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു എന്ന വാർത്തയും അതിനൊപ്പം ഉപവാർത്തയായി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ വളരെ ഒരു നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ചിത്രം കൂടി അവർ മുഖപേജിൽ നൽകിയിട്ടുണ്ട്. പകരമായി ഞങ്ങളുണ്ടല്ലോ. ചികിത്സാ പിഴവ് മൂലം വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനി, അതായത് കൃത്രിമക്കൈ വച്ചതിന് ശേഷം ആദ്യമായി സ്കൂളിൽ വന്നപ്പോഴുള്ള കൂട്ടുകാർക്കൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ പകരമായി ഞങ്ങളുണ്ടല്ലോ, അതിൽ കരമായി ഞങ്ങളുണ്ടല്ലോ എന്നാണ്. അതിന് ആ പകരത്തിൽ കരമായി എന്നുള്ളത് ഒരു കൊട്ടേഷനായിട്ട് വരുന്നു. നല്ല ഒരു ക്യാപ്ഷൻ കൂടി വച്ചിട്ടാണ് ആ ചിത്രം നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഉൾപേജിൽ വരുന്നത് ഗണേഷ് വിവാദം CPM വെട്ടിൽ അപ്രതീക്ഷിതം ഈ കെണി എന്നതാണ്. UDF മന്ത്രിസഭയിലിരിക്കെ ഗണേഷിൻ്റെ രാജിക്കായി സമ്മർദ്ദം ചെലുത്തിയ LDF ഇപ്പോൾ അതേ കെണിയിൽ ആവുകയാണ്. അതും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് എന്നതാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ്. ജോജി സൈമന്റെ വാർത്ത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ മന്ത്രിക്കെതിരെ വന്നു പതിച്ച ആരോപണത്തിൽ മുന്നണിയുടെ മുഖം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് LDF. അല്ലെങ്കിൽ തന്നെ മുഖം നഷ്ടപ്പെട്ടിരിപ്പാണല്ലോ. 2013 KB ഗണേഷ് കുമാർ UDF മന്ത്രിസഭയിൽ അംഗമായിരിക്കെ ആദ്യ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഗണേഷിന്റെ രാജിക്കും കേസിനുമായി സമ്മർദ്ദം ചെലുത്തിയ LDF ഇപ്പോൾ അതേ കെടിയിൽപ്പെട്ടു എന്ന് വിശദീകരിക്കുന്ന ഒരു അവലോകന വാർത്തയാണ് വരുന്നത്. മറ്റൊരു വാർത്തയുള്ളത് മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ച മുഖ്യമന്ത്രി എന്നാണ്. സൈബർ ആക്രമണത്തിൽ CPM ബന്ധമുള്ളവരുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. നോക്കൂ, മമ്മൂട്ടിയും അവരുടെ ഇടതു മുഖമായ ചാനലിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ആ മമ്മൂട്ടി ഒരു നിമിഷം, ഞാനത് 2 തരത്തിൽ ആ വാർത്തയെ ഞാൻ സമീപിച്ചു. ഒന്ന്, CPMൻ്റെ ജില്ലാ സെക്രട്ടറി പിന്നിൽ നിൽക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളെന്തിനാണ് എൻ്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നതാണെന്ന് കരുതും എന്നാണ്. അപ്പോൾ ഞാൻ വന്നത് ഞാനായാണ്, ആർക്കെങ്കിലും വേണ്ടിയല്ല, എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി എന്നുള്ള ഒരു അത്ര കാര്യമായിട്ട് എടുത്താൽ മതിയാവും. പക്ഷെ അങ്ങനെയല്ല, മമ്മൂട്ടിക്കെതിരെ തിരിഞ്ഞ് സൈബർ ആക്രമണം നടത്തുന്നു, വലിയ കാര്യമായി പറയുന്നു. ഇപ്പം മുഖ്യമന്ത്രി ക്ഷമ ചോദിക്കുകയാണ്. ആരോട്? മമ്മൂട്ടിയോട് ക്ഷമ ചോദിക്കണം. അപ്പോൾ മമ്മൂട്ടിയാണ് ശരിയെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണോ? അതൊരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ക്ഷമ ചോദിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം മമ്മൂട്ടിക്കെതിരെ നടത്തിയത് ആരാണ്? CPM അനുഭാവികൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഇനി സ്പോർട്സ് പേയിലേക്ക് വന്നാൽ 2020 ലോകകപ്പ് നേട്ടത്തിന്റെ തിളക്കത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയ സഞ്ജു സാംസൺ സംസാരിക്കുന്നു എന്നതാണ്. സഞ്ജു മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ചേർത്ത് നാടുണർത്തി നായകൻ എന്ന തലക്കെട്ടോടെ സഞ്ജുവിൻ്റെ ഒരു നല്ല ചിത്രമൊക്കെ വെച്ച്, ഒന്നല്ല 2 ചിത്രമുണ്ട്, താഴെ അമ്മയ്ക്കൊപ്പം ഇരിക്കുന്ന 3ാമത്തെ ചിത്രമുണ്ട്. എന്തായാലും ഗംഭീരമായ ഒരു പേജാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ മത്സരങ്ങളിൽ വലിച്ചടിച്ച് ഔട്ടായിക്കൊണ്ടിരുന്നപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ലോകകപ്പിൽ ഗെയിം പ്ലാൻ മാറ്റിയതെന്ന് സഞ്ജു പറയുന്നു. നമ്മളിത് ചർച്ച ചെയ്താണ്. കാരണം സഞ്ജുവിന് എല്ലാ പന്തും അടിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, സഞ്ജു ആ ഒരു അറ്റാക്കിംഗ് ഫീലാണ് എപ്പോഴും. പക്ഷേ അങ്ങനെയല്ല, ഞാൻ ഒന്ന് പക്വമായി കൂടി ചിന്തിച്ചാൽ അടിക്കുക, കളിക്കേണ്ട പന്തുകൾ കളിക്കേണ്ട രീതിയിൽ കളിക്കുക എന്ന ചിന്തയിലേക്ക് വന്നാൽ സഞ്ജു ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ഒരാളായി മാറും. അത് തെളിയിച്ചു കഴിഞ്ഞല്ലോ സഞ്ജു. അപ്പോൾ സഞ്ജു, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത വാർത്ത. അടുത്ത നമുക്ക് മാതൃഭൂമിയിലേക്കാണ് പോകുന്നത്. മാതൃഭൂമിയിലെ ആദ്യത്തെ വാർത്ത നമ്മൾ ഏറെ നേരമായി ചർച്ച ചെയ്യുന്ന KB ഗണേഷ് കുമാർ മന്ത്രിക്കെതിരെയുള്ള വിഹിത ആരോപണം തന്നെയാണ്. സംരക്ഷിക്കേണ്ട എന്ന് LDF നേതാക്കളൊക്കെ പറയുന്നുണ്ട് എന്ന തരത്തിലുള്ള ഹെഡ് കൊടുക്കുന്നുണ്ട്. അവരുടെ മെയിൻ വാർത്ത ഇന്ന് ഇതാണ്. അതിൽ ഒരു കാകദൃഷ്ടി കൊടുക്കുന്നുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുടെ പരാതി വ്യക്തിപരമല്ല, മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ അതിൽ പിണറായി വിജയൻ നോക്കുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫ്രണ്ടിൽ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്, ചായ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. അത് ഒരു ആർക്കൊക്കെയോ ഇട്ട് കുത്തിയതാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് തന്നെ ഇട്ട് കുത്തിയതാണ്. ആ കപ്പ് സൂചിപ്പിക്കുന്നത് അതിജീവിതമാർക്കൊപ്പം എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴും അവിടെ ഒരു ചിത്രത്തിൽ PK ശശി അടക്കമുള്ളവർ നിൽക്കുന്നുണ്ട്. അപ്പോഴും ആരോപണ വിധേയരെ മുകേഷ് MLA അടക്കം സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള ചോദ്യമാണ് കാകദൃഷ്ടിയിൽ ഉയർത്തിയിരിക്കുന്നത്. ഇനി ഗണേഷ് കുമാറിന്റെ ഒരു മറുപടിയുണ്ട്. 5000 പ്രണയങ്ങൾ തനിക്കുണ്ട്, അത് വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ഇതൊന്നും വ്യക്തിപരമായ കാര്യങ്ങളല്ല, പ്രത്യേകിച്ച് ഗാർഹിക പീഡനമൊന്നും ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളല്ല. അതിൽ ചോദ്യങ്ങൾ ഉന്നയിക്കും, ഉത്തരം തരണം, നിയമ നടപടികളും നേരിടേണ്ടി വരും. അതുകൊണ്ട് മന്ത്രിക്ക് അക്കാര്യത്തിലൊന്നും തിരുത്തിയാൽ വളരെ നല്ല കാര്യമാണ്. കാരണം ഗതാഗത മന്ത്രിയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു,
എന്താ KSRTC ഗതാഗത മന്ത്രിയല്ലേ, അല്ലാതെ KSRTC ബസ്സൊന്നും അല്ലല്ലോ മന്ത്രി. പോകുന്ന സ്റ്റോപ്പിൽ നിന്നില്ല ഓരോരുത്തരെയും വിളിച്ച് കയറ്റാൻ. അദ്ദേഹത്തിന് അത് പറയാൻ എത്രത്തോളം എന്താ കാര്യമുണ്ടെന്നും കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. എന്തായാലും KV ഗണേഷ് കുമാറിൻ്റെ വാർത്തയാണ് അവർ പ്രധാനമായും അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാതൃഭൂമിയിലേക്ക് പോവുകയാണെങ്കിൽ നാട്ടു വർത്തമാനത്തിലൊക്കെ ഒരുപാട് ലോക്കൽ ന്യൂസ് അവർ ക്യാരി ചെയ്തിട്ടുണ്ട്. അവരുടെ ഇന്നത്തെ എഡിറ്റോറിയൽ ഇന്ധന പ്രതിസന്ധി വരാതെ നോക്കണമെന്നൊക്കെയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു സ്പോർട്സ് പേജിലേക്ക് പോകാൻ തോന്നുന്നു കൃഷ്ണരാജ്. T20 സൂപ്പർ പവർ എന്നുള്ള രീതിയിൽ സഞ്ജുവിൻ്റെ ഒരു ഉഗ്രൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സഞ്ജുവിന് സമീപം കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഉണ്ട്. നല്ല മനോഹരമായ ഫോട്ടോ. ഈ T20 സൂപ്പർ പവർ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു അനാലിസിസ് ആണ്. കരുത്തുറ്റ രണ്ടാം നിരയെ പറ്റിയുള്ള വ്യക്തമായൊരു അനാലിസിസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് നമ്മുടെ ഈ ഏകദിന ക്രിക്കറ്റ് തുടങ്ങിയ കാലത്ത് വെസ്റ്റ് ഇൻഡീസും പിന്നീട് ഓസ്ട്രേലിയയും പുലർത്തിയിരുന്ന ഒരു ആധിപത്യത്തിന് സമാനമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിലുള്ളത്. അതായത് വിദഗ്ധരുടെ വിലയിരുത്തലാണ്. അതിന് പ്രധാനമായി അവർ പറയുന്ന കാരണം യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, വൈഭവ് സൂര്യവംശി തുടങ്ങി ഈ ഫോർമാറ്റിലെ വലിയ സംഘത്തെ പുറത്തു നിർത്തിക്കൊണ്ടാണ് ഇക്കുറി ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുത്തത്. ഇവർ ഉൾപ്പെടുന്ന B ടീമിനെ ഇറക്കിയാൽ പോലും ഇപ്പോഴത്തെ മറ്റു ടീമുകൾ വിറയ്ക്കുമെന്നും നിരീക്ഷകർ പറയുന്നു. അതായത് നമുക്ക് കരുത്തുറ്റ ഒരു രണ്ടാം നിര കൂടി ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാം നിരയുണ്ട്. യെസ്, അതിനെപ്പറ്റി ഇതിൽ പറയുന്നില്ല കേട്ടോ. യെസ്, എന്തായാലും സൂര്യകുമാർ ഒഴിയുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. 2028 ഒളിമ്പിക്സ് ആണ് അടുത്ത ലക്ഷ്യമെന്ന് പറയുമ്പോഴും നമുക്കറിയാം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഒക്കെ ഈ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചു. അല്ല, എനിക്ക് തോന്നുന്നില്ല സുര്യകുമാർ വിരമിച്ചിരുന്നുവെങ്കിൽ ഇന്നലെ ആ കിരീട നേട്ടത്തിന് തൊട്ടു പിന്നാലെ അത് സംഭവിക്കുമായിരുന്നു മിനിങ്ങാന്ന് രാത്രി. പക്ഷെ അതുണ്ടായില്ല. അപ്പൊ കുറച്ചാളൂടെ കളിക്കാന്നായിരിക്കും തീരുമാനം. 35 വയസ്സായി, നമുക്ക് നോക്കാം. എന്തായാലും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് 35 വയസ്സാണ്. അപ്പോൾ കൃഷ്ണരാജ് ഇതെല്ലാം അരച്ച് കലക്കി കുടിച്ച് സ്പോർട്സിന്റെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും, പ്രായം ചോദിച്ചാലും, ഓരോരുത്തരുടെ കളിയെപ്പറ്റി ചോദിച്ചാലും വ്യക്തമായി ഉത്തരം പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു മാതൃഭൂമിക്ക് തെറ്റിയതാകും അല്ലേ? അറിയില്ല, എനിക്ക് തെറ്റിയതാണോ. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് മാതൃഭൂമിയിലെയും ഒപ്പം കേരള കൗമുദി, ജന്മഭൂമി, മലയാള മനോരമ, അങ്ങനെ 4 പത്രം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. ഒന്ന് ഓട്ടിച്ചു പോയി എന്ന് പറയാം. ശരി, നമുക്ക് ഇനി കേരളമുദിലേക്ക് വരാം. ഞാൻ സൂര്യകുമാറിന്റെ വയസ്സ് നോക്കായിരുന്നു കേട്ടോ. മാതൃഭൂമി പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒക്കെ ശരിയാണ്. 35.5 വയസ്സായി. 35.5 വയസ്സ്. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. യെസ്. അപ്പോൾ ഇനി നമുക്ക് കേരളമുദിയിലേക്ക് വന്നാൽ മുഖപ്പേജിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് സഞ്ജു തിരിച്ച് നാട്ടിലെത്തിയ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാവി തുലാസിൽ എന്ന വാർത്തയുണ്ട്. ഈ ട്രംപിനെ വെല്ലുവിളിച്ച് ഇറാൻ എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. അതായത് മുജ്തബ പിൻഗാമി, കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി മകൻ മുജ്തബ ഖമനേയിയെ രാജ്യത്തിൻ്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചു. ഏറ്റുമുട്ടലിൻ്റെ പാതയിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. അതായത് അതേ പരമ്പരയിൽപ്പെട്ട ഒരാളെ വീണ്ടും പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുന്നതിലൂടെ ട്രംപിനെ വെല്ലുവിളിക്കുകയാണ്, ഇസ്രയേലിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ വകവരുത്തും എന്ന് പറയുമ്പോഴും ഞങ്ങൾ ആ പാത തന്നെ പിന്തുടരുന്നു എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് അവർ നടക്കുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ ഒരു വെല്ലുവിളി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഉൾപ്പെയിലേക്ക് വന്നാൽ മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി, സൈബർ ആക്രമണം നടത്തിയവർ മഹാനടനെ മനസ്സിലാക്കാത്തവർ എന്നാണ്. CPM സോഷ്യൽ മീഡിയ മമ്മൂട്ടിയെ തിരിച്ചറിഞ്ഞില്ലേ എന്നതാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ മമ്മൂട്ടിയോട് ക്ഷമ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി എങ്കിൽ മഹാനടനാണ് മമ്മൂട്ടി എന്നും മമ്മൂട്ടി ചെയ്തത് മനസ്സിലാകാതെയാണ് പ്രതികരിച്ചതെന്നും മുഖ്യമന്ത്രി പറയുന്നുവെങ്കിൽ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നത് CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയാണ്. ഈ വയനാട് ജില്ലാ സെക്രട്ടറിയെ ഹീറോ ആക്കാൻ ശ്രമിച്ച് മമ്മൂട്ടിയെ തള്ളിപ്പറഞ്ഞ മുഴുവൻ CPMകാരെയുമാണ്. ഇനി CPMകാർ പോസ്റ്റ് ഇടണം മുഖ്യമന്ത്രിക്കെതിരെ. അതാണ് വേണ്ടത്. അതായത് തെറ്റ് കണ്ടാൽ അന്നുവരെ ഇടതു സഹയാത്രികൻ ആയിരുന്ന മമ്മൂട്ടിയെ അങ്ങ് വളരെ മോശമായി ചിത്രീകരിച്ചവരെല്ലാം ഇനി മമ്മൂട്ടിയെ പിന്തുണച്ച മുഖ്യമന്ത്രിക്കെതിരെ തിരിയുമോ എന്ന് കാണണം. ധൈര്യം ഉണ്ടെങ്കിൽ അതാണ് വേണ്ടത്. യെസ്. അപ്പോൾ സൈബർ ആക്രമണം നടത്തിയവർ മഹാനടനെ മനസ്സിലാക്കാത്തവർ എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. നിരവധി വാർത്തകളുണ്ട്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ അവിടെയും നെഞ്ചിനുള്ളിൽ സഞ്ജു എന്ന വാർത്തയാണ്. ഒരു ട്രോളായ ഒരു വരിയാണ്, വളരെ രസകരമായൊരു വരിയാണ്. അതായത് ബെഞ്ചിൽ നിന്ന് നെഞ്ചിലേക്ക് സഞ്ജു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അൻസാർ എസ് രാജിൻ്റെ സഞ്ജുവിനെ സഞ്ജുവാക്കിയ തിരുവനന്തപുരം എന്ന വാർത്തയും നൽകുന്നുണ്ട്. അവിടെ
ബിജു ജോർജ് പരിശീലകൻ ബിജു ജോർജിനൊപ്പം നിൽക്കുന്ന പഴയ ചിത്രം, ഒപ്പം SN സുധീർ അലിക്കൊപ്പമുള്ള ചിത്രമൊക്കെ ശേഖരിച്ച് എന്താണ് സഞ്ജു തിരുവനന്തപുരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണെന്ന വാർത്ത നൽകുന്നുണ്ട്. ഇത്രയുമൊക്കെയാണ് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, അല്ലേ?